അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കുമളി ഡിവിഷനിൽ നിന്നും വിജയിച്ച ബിന്ദു സന്തോഷ് പണിക്കരും വൈസ് പ്രസിഡന്റായി ജോൺ പി തോമസും സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങൾക്കേവർക്കും കെജീസ് ജ്വല്ലറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. കെജീസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. Our shops കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. LDF-ൽ നിന്നും ഇത്തവണ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് UDF പിടിച്ചതോടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ഇവർ സ്ഥാനമേറ്റതോടെയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണചിത്രം പൂർത്തിയായത്. കുമളി ഡിവിഷനിൽ നിന്നും വിജയിച്ച ബിന്ദു സന്തോഷ് പണിക്കരാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അമരക്കാരി. പെരുവന്താനം ഡിവിഷനിൽ നിന്നും വിജയിച്ച ജോൺ പി തോമസ് വൈസ് പ്രസിഡന്റായും ചുമതലയേറ്റു. വരണാധികാരി വിനോദ് മുല്ലശ്ശേരിയിൽ നിന്നുമാണ് സത്യവാചകം ചൊല്ലി അധികാരമേറ്റത്. ബഹുമാനവും എല്ലാം തോന്നുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ ജനങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസവും അതുപോലെ പാർട്ടി എന്നെ ചുമതലപ്പെടുത്തിയ ഈ പ്രസിഡന്റ് എന്ന പദവിയും എന്നിൽ ഒരുപാട് ഉത്തരവാദിത്വം ഉണ്ടായെന്ന് എന്നെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പിന്നീടുള്ള ടേമുകളിൽ വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ ഡിവിഷനിൽ നിന്നും വിജയിച്ച PA അബ്ദുൾ റഷീദ്, പീരിമേട് ഡിവിഷനിൽ നിന്നും വിജയിച്ച നിക്സൺ ജോർജ് എന്നിവർക്കും അവസരം നൽകാനാണ് ജില്ലാ കോൺഗ്രസിന്റെ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം LDF അംഗങ്ങളായി വിജയിച്ചവർ മത്സര രംഗത്തു നിന്നും മാറി നിൽക്കുകയും ചെയ്തു. DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത്, നേതാക്കളായ ഷാഗുൽ ഹമീദ്, PK രാജൻ തുടങ്ങിയവർ ഭരണസമിതിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പീരിമേട്.